ഇടുക്കി രൂപതയുടെ പ്രഥമ മെത്രാനായിരുന്ന മാർ മാത്യു ആനിക്കുഴിക്കാട്ടിൽ പിതാവിന്റെ ചരമവാർഷിക ദിനത്തിൽ സുപ്രധാനമായ 3 ജനക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ച് ഇടുക്കി രൂപത. ഭവന നിർമ്മാണം, ആരോഗ്യ സുരക്ഷ, ഉന്നത വിദ്യാഭ്യാസം എന്നിവ കേന്ദ്രീകരിച്ചുള്ള പദ്ധതികൾക്കാണ് തുടക്കമിട്ടിരിക്കുന്നത്. വാഴത്തോപ്പ് സെന്റ് ജോർജ് കത്തീഡ്രൽ പള്ളിയിൽ നടന്ന വിശുദ്ധ കുർബാനയ്ക്കും ഖബറിടത്തിലെ പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് ശേഷം അനുസ്മരണ സമ്മേളനത്തിൽ രൂപത മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ പദ്ധതികളുടെ പ്രഖ്യാപനം നടത്തി. മലയോര മണ്ണിനു വേണ്ടി പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട ജീവിതമായിരുന്നു മാർ മാത്യു ആനിക്കുഴിക്കാട്ടിലിന്റേത് എന്ന് മാർ ജോൺ നെല്ലിക്കുന്നേൽ അനുസ്മരിച്ചു. ഇന്ന് രാവിലെ 6:15 വാഴത്തോപ്പ് സെന്റ് ജോർജ് കത്തീഡ്രൽ പള്ളിയിൽ നടന്ന വിശുദ്ധ കുർബാനയ്ക്കും തുടർന്ന് ഖബറിടത്തിൽ നടന്ന അനുസ്മരണ പ്രാർത്ഥനകൾക്കും ഇടുക്കി രൂപത മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ കാർമ്മികത്വം വഹിച്ചു. രൂപത കേന്ദ്രത്തിലെ വൈദികർ സഹകാർമ്മികരായിരുന്നു. 2028 ഇടുക്കി രൂപത സ്ഥാപിതമായതിന്റെ 25ാം വാർഷികം ആഘോഷിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ഭവനരഹിതരായ പരമാവധി ആളുകൾക്ക് വീട് നിർമ്മിച്ചു നൽകും. രൂപതയിലെ ഇടവകകൾ, സന്യാസ ഭവനങ്ങൾ, ഭക്തസംഘടനകൾ എന്നിവയുടെ സഹകരണത്തോടെയായിരിക്കും ഇതിനാവശ്യമായ ഫണ്ട് കണ്ടെത്തുക. മാർ മാത്യു ആനിക്കുഴിക്കാട്ടിൽ പിതാവിന്റെ സ്മരണാർത്ഥം നടപ്പിലാക്കുന്ന ഈ പദ്ധതിയുടെ ആദ്യ സഹായനിധി വിൻസെന്റ് ഡിപ്പോൾ സംഘടനയുടെ രൂപതാ പ്രസിഡന്റ് സണ്ണി കടുകുമാക്കലിനെ മെത്രാൻ കൈമാറി. ഡയാലിസിന് വിധേയരാകുന്ന രോഗികളെ സഹായിക്കുകയാണ് രണ്ടാമത്തെ പദ്ധതി. രൂപതയുടെ സാമൂഹിക ക്ഷേമ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഉദാരമതികളായ ആളുകളുടെ സഹകരണത്തോടെ പരമാവധി ഡയാലിസിസ് രോഗികൾക്ക് സഹായം നൽകുന്നതിനാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. പഠനത്തിൽ മികവ് പുലർത്തുകയും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുകയും ചെയ്യുന്ന ഭവനങ്ങളിലെ കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള സാമ്പത്തിക സഹായം നൽകുകയാണ് മൂന്നാമത്തെ പദ്ധതി. ടീച്ചേഴ്സ് ഗിൽഡിന്റെ സഹകരണത്തോടെ രൂപത വിദ്യാഭ്യാസ ഏജൻസിയുടെ നേതൃത്വത്തിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. കോതമംഗലം രൂപത വിഭജിച്ച് 2003 ഇടുക്കി രൂപത രൂപീകരിക്കപ്പെട്ടപ്പോൾ രൂപതയുടെ ഇടയനായി സഭ നിയമിച്ചത് ഹൈറേഞ്ചുകാരനായ മാത്യു ആനിക്കുഴിക്കാട്ടിൽ പിതാവിനെയായിരുന്നു. 15 വർഷത്തെ ഇടയ ശുശ്രൂഷ പൂർത്തിയാക്കി 2010 അദ്ദേഹം വിരമിച്ചു. 2020 മെയ് 1 അദ്ദേഹം അന്തരിച്ചത്. ഇടുക്കി രൂപത ഈ മലയോര മേഖലയിലെ സാധാരണ ജനങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി വിവിധ രീതിയിൽ പ്രവർത്തിക്കുന്ന രൂപതയാണ്. രൂപത സ്ഥാപിതമായിട്ട് 2027-28 വർഷങ്ങളിൽ 25 വർഷം പൂർത്തിയാവുകയാണ്. ഇത്തരുണത്തിൽ രൂപതയുടെ സാമൂഹ്യ ഇടപെടലുകൾ കാര്യക്ഷമമാക്കുന്നതിൻ്റെ ഭാഗമായി 3 പ്രധാന പദ്ധതികൾ ആരംഭിച്ചു കഴിഞ്ഞു. 1 ഭവന നിർമ്മാണ സഹായം, 2 ഡയാലിസിസ് രോഗികൾക്ക് ഉള്ള ചികിത്സാ സഹായം, 3 വിദ്യാഭ്യാസ ധനസഹായം. മാർ മാത്യു ആനിക്കുഴിക്കാട്ടിൽ പിതാവിൻ്റെ ചരമവാർഷികമായ ഈ മെയ് മാസം 1 തീയതിയാണ് ഈ പദ്ധതികൾ രൂപതയിൽ ഔദ്യോഗികമായിട്ട് ആരംഭിക്കുന്നത്. രൂപതയിലെ ഉദാരമതികളായ വ്യക്തികളുടെ, അതുപോലെ രൂപതയ്ക്ക് പുറമെ ജോലി ചെയ്യുന്ന, താമസിക്കുന്ന ഉദാരമതികളുടെ സഹായം തേടിക്കൊണ്ട് ഈ പദ്ധതികൾ നടപ്പിൽ വരുത്തുവാനാണ് വിഭാവനം ചെയ്യുന്നത്. ഭവന നിർമ്മാണ പദ്ധതി രൂപതയിലെ ഇടവകകൾ, സന്യാസ സമൂഹങ്ങൾ, ഭക്ത സംഘടനകൾ എന്നിവയുടെ നേതൃത്വത്തിൽ ധനം സമാഹരിച്ച് ചെയ്യാമെന്ന് ആണ് അതിൻ്റെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഡയാലിസിസ് രോഗികൾക്ക് ഉള്ള സഹായം നൽകുന്നത് രൂപതയുടെ ഔദ്യോഗിക സോഷ്യൽ സർവീസ് ഏജൻസിയായ ഹൈറേഞ്ച് ഡെവലപ്മെൻറ്റ് സൊസൈറ്റി വഴിയാണ്. വിദ്യാഭ്യാസ ധനസഹായം ടീച്ചേഴ്സ് ഗിൽഡിൻ്റെ സഹകരണത്തോടുകൂടി രൂപത വിദ്യാഭ്യാസ ഏജൻസി നിർവഹിക്കും. ഈ പദ്ധതിയിൽ പങ്കാളികളാകുവാനും അർഹരായ മുഴുവൻ ആളുകൾക്കും സഹായം ലഭ്യമാക്കുവാനും എല്ലാവരുടെയും ഔദാര്യപൂർവകമായ സഹകരണം ആവശ്യമാണ്. ഇത്തരുണത്തിൽ സാമ്പത്തികമായി, സാമൂഹികമായി, ഉദ്യോഗപരമായി മുൻപന്തിയിൽ നിൽക്കുന്ന എല്ലാവരും വളരെ താല്പര്യത്തോടെ സഹകരിക്കണമെന്ന് ഞാൻ പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ വീട്ടിലെ ഒരാവശ്യം മാറ്റിവെച്ച്, ഒരാഘോഷത്തിൻ്റെ ഒരു നിശ്ചിത തുക ഇങ്ങനെയൊരു കാര്യത്തിന് വേണ്ടി മാറ്റിവെച്ച് നിങ്ങൾക്ക് ചോദിക്കുവാൻ കഴിയുന്ന ആളുകളോട് ഈ പദ്ധതിയെക്കുറിച്ച് പറഞ്ഞ് അങ്ങനെ വിവിധ രീതികളിൽ നമുക്കിതിനോട് സഹകരിക്കുവാനായിട്ട് കഴിയും. ഇത്തരുണത്തിൽ വിൻസെൻ്റ് ഡി പോൾ സൊസൈറ്റി
വളരെ ശ്രദ്ധാർഹമായ പ്രശംസാർഹമായ സേവനം നമ്മുടെ രൂപതയിൽ ചെയ്യുന്നുണ്ട്. അവർ 16 വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കി കഴിഞ്ഞു. 10ലധികം വീടുകൾ അവർ നിർമ്മിക്കുവാനുള്ള ആരംഭം കുറിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ വിവാഹത്തിനും അതുപോലെ തന്നെ ആഘോഷപൂർവകമായ ദിവികാരുണ്യ സ്വീകരണത്തിനും മറ്റ് ആഘോഷങ്ങൾക്കുമെല്ലാം ധാരാളം പണം ചെലവഴിക്കുന്ന ആളുകളുണ്ട്. നമുക്ക് പാവപ്പെട്ടവരോട് കരുതലുള്ള വ്യക്തികളായി തീരണം. അതാണ് ക്രിസ്തീയതയുടെ വലിയ സന്ദേശം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ എന്ന ഗുരുവിൻ്റെ ശിഷ്യരാണ് നാം എല്ലാവരും. ഈശോയുടെ സ്നേഹം എല്ലാവരെയും സ്പർശിക്കുന്നതാണ്. ഈ പദ്ധതിയിൽ അർഹരായ എല്ലാവരെയും പങ്കുചേർക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നിങ്ങളെല്ലാവരുടെയും ഉദാരതയോടുകൂടിയുള്ള സഹകരണം ഈ 3 പദ്ധതികളുടെ വിജയത്തിന് വേണ്ടി, നടത്തിപ്പിന് വേണ്ടി ഞാൻ വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് ഈ സമൂഹത്തിൽ നമ്മളാലാവുന്ന ഒരു കൈത്താങ്ങ് നൽകുവാനായിട്ട് നമുക്ക് കരം കോർക്കാം. ദൈവം ഇടുക്കി രൂപതയെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ.